ലഭിക്കേണ്ട മാന്യത ദൈവത്തോടടുത്ത് നിൽക്കുമ്പോഴാണ് അത് വെളിപ്പെട്ടു വരുന്നത്. ആരംഭം വളരെ ചെറിയ രീതിയിലായിരിക്കാം തുടങ്ങിയത്. വിശ്വാസ ജീവിതം, ആത്മീക വർധനവ്, അത് ദാഹമുള്ളവർക്കേ അത് വർദ്ധിച്ചു വരത്തുള്ളൂ. അവൻ്റെ ജീവിതത്തിനുണ്ടാകുന്ന മാറ്റവും അവൻ്റെ ആരാധനയിൽ വെളിപ്പെടും. ആത്മീക ജീവിതത്തിൽ അപ്പോസ്തലനായ പൗലോസ് വലിയൊരു ഉദാഹരണമാണ്. സഭയെ ഉപദ്രവിപ്പാൻ ഇറങ്ങി പുറപ്പെട്ടവനാണ്. ദമസ്കോസിന്റെ പടിവാതിക്കൽ അവൻ പിടിക്കപ്പെട്ടപ്പോൾ അവൻ്റെ വാക്കുകളുടെ മാറ്റം വിശുദ്ധ ബൈബിളിൽ എഴുതിയിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം അതിന് 3-ാമത്തെ വാക്യത്തിൽ താൻ പറയുന്നത് ഇങ്ങനെയാണ്: ആകാശത്ത് നിന്ന് ഒരു വെളിച്ചം എന്നെ ചുറ്റും മിന്നി. തൻ്റെ ആദ്യത്തെ സ്റ്റേറ്റ്മെന്റാണ്. താൻ കർത്താവ് അവനെ തൊട്ടപ്പോൾ ആദ്യത്തെ അനുഭവമാണ് അവൻ പറയുന്നത്. ഒരു വെളിച്ചം എന്നെ ചുറ്റും മിന്നി. അതേ പൗലോസ് ആത്മാവിൽ ഒന്നുകൂടെ വളർന്നു കഴിഞ്ഞപ്പോൾ താൻ പറയുന്ന വാക്യം കാണാൻ അപ്പോസ്തല പ്രവൃത്തി 22-ാം അധ്യായം അതിന് 6-ാമത്തെ വാക്യം. ഏകദേശം ഉച്ചക്ക് പെട്ടെന്ന് ആകാശത്തുനിന്ന് വലിയൊരു വെളിച്ചം എൻ്റെ ചുറ്റും മിന്നി. ഹല്ലേലൂയ. ആത്മാവിൽ ദൈവത്തോട് അടുത്തു വരുന്നവനെ ദൈവത്തെ അധികമായി അനുഭവിപ്പാനും വെളിപ്പാടുകൾ പ്രാപിപ്പാൻ കഴിയത്തുള്ളൂ. എത്ര പേർക്ക് ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ട്? ഇതേ പൗലോസ് മൂന്നാമത് അഗ്രിപ്പ രാജാവിന് മുമ്പിൽ വെച്ച് പറയുകയാണ്: ഞാൻ ആകാശത്തു നിന്ന് എന്നെയും എന്നോട് കൂടെ യാത്ര ചെയ്തവരെയും ചുറ്റി പ്രകാശിച്ചു കൊണ്ടിരുന്നത്. എങ്ങനെയാണ്? സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം. ഹല്ലേലൂയ. നോക്കണം, ആദ്യം പറഞ്ഞത് ഒരു വെളിച്ചമെന്ന, രണ്ടാമത് പറയുന്ന ഒരു വലിയ വെളിച്ചം, മൂന്നാമത് പറയുക മൂന്നാമത്തെ അനുഭവം. താൻ ഒന്നും കൂടെ ആത്മാവിൽ കയറിയപ്പോൾ താൻ പറയുന്ന വാക്കാണ് സൂര്യനേക്കാൾ കവിയുന്ന ഒരു വെളിച്ചം. ഞാനൊന്ന് ആത്മാർത്ഥമായി ഞാൻ ചോദിക്കുക, എത്ര പേർക്ക് ഇത്രയും നാളും ദൈവസന്നിധിയിൽ ഇരുന്നിട്ടും ആത്മാവിൽ വളരുന്നതോടൊപ്പം ദൈവത്തെ അധികമായി അടുത്തനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇവിടെ ഇരിക്കുന്ന ഓരോ വ്യക്തികൾക്കുമുള്ളൊരു ചോദ്യചിഹ്നമാണ്. എത്രത്തോളം ദൈവത്തോട് അടുത്ത് വരുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്? എത്രത്തോളം ദൈവത്തെ ആഴമായി അനുഭവിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്? ഇപ്പോൾ നിങ്ങളെല്ലാവരും ആത്മാവിൽ ആരാധിച്ചു, ദൈവത്തെ സ്തുതിച്ചു, അന്യഭാഷകളിൽ ദൈവത്തെ ആരാധിച്ചു. എൻ്റെ ചോദ്യം, ഇന്നലകളേക്കാൾ അധികമായി കർത്താവിന് ഒന്നും കൂടെ അടുത്തറിയുവാൻ കഴിഞ്ഞോ? അല്ലെങ്കിൽ ഈ മീറ്റിംഗ് വെച്ചത് വൃഥാവായി പോകും. ഹല്ലേലൂയ. നമ്മുടെ നന്നായി അറിയുന്നൊരു ദൈവമാണ് നമ്മുടെ നടുവിലുള്ളത്. എന്നെ നന്നായി അറിയുന്നൊരു ദൈവമാണ് ഇവിടെയുള്ളത്. എൻ്റെ കുറവ് എന്താണെന്ന് നിങ്ങളെക്കാൾ, എനിക്ക് ജന്മം നൽകിയ എൻ്റെ മാതാപിതാക്കളെക്കാൾ നന്നായി അറിയുന്ന ഒരുവനുണ്ടെങ്കിൽ അത് കർത്താവ് മാത്രമാണ്. ആ ദൈവത്തിൻ്റെ മുൻപിൽ അപ്പോസ്തലനായ പൗലോസ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് താൻ ആത്മാവിൽ വലിയവനായി നിൽക്കുകയല്ല ചെയ്തത്. ഈ ദർശനങ്ങൾ, ഈ വെളിപ്പാടുകൾ അധികമായി പ്രാപിച്ച അപ്പോസ്തലനായ പൗലോസ് പറയുക, ഞാൻ കുറയണം, യേശു എന്നിൽ അങ്ങ് വളരണം. ഹല്ലേലൂയ. എത്ര പേർക്ക് കഴിയുന്നുണ്ട് അതേപോലെ? ഈ കാലഘട്ടങ്ങളിൽ അങ്ങനെയുള്ളവർ അല്ലേ വളരെ ചുരുക്കമാ. ആത്മാവിൽ വളരും തോറും കർത്താവെ ഞാൻ കുറയണം, ഞാൻ ഇല്ലാതെയാകണം, എൻ്റെ കർത്താവെ അങ്ങ് മാത്രം ഉയർന്നു നിൽക്കണം. ഇന്ന് രാത്രിയിലും എന്നെ അയച്ചതിൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. ഹല്ലേലൂയ. ആത്മാവിൽ വളരുവാൻ നാം എന്ന ജഡത്തിലെ മനുഷ്യൻ കുറയണം. എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട്? നിങ്ങളിരിക്കുന്ന ഇവിടെ നിന്ന് എഴുന്നേറ്റ് നമ്മളൊന്ന് രാത്രിയിൽ ഒരു ചില പാട്ടുകൾ കൂടെ ആത്മാവിലൊന്ന് പാടി ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് ദൈവസന്നിധിയിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിൻ അഭിഷേകത്താലേ എന്നെ ശക്തനാ മാറ്റിയിടണേ. ആ കരങ്ങൾ സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തി ഇന്ന് രാത്രിയിൽ അതൊരു പ്രാർത്ഥനയായി സ്വർഗത്തിലേക്കൊന്ന് ഉയരട്ടെ. നിൻ അഭിഷേകത്താലേ എന്നെ ശക്തനായി മാറ്റിയിടണേ. നിൻ അഭിഷേകത്താലേ
എന്നെ ശക്തനായി. ശബ്ദമുയർത്തി എല്ലാവരും ഒന്ന് പറഞ്ഞേ, നിൻ പോരാ പോരാ പോരാ, ആഗ്രഹം പോരാ, കരമുയർത്തി. നിന്നാഭിഷേകത്താലേ എന്നെ ശക്തനായി. കർത്താവ് ഇന്ന് രാത്രിയിൽ അത് പ്രാപിച്ചിട്ടല്ലാതെ ഇവിടുന്ന് ഞങ്ങളെ മടക്കി അയക്കരുതേ. നിന്നാഭിഷേകത്താലേ എന്നെ ശക്തനായി മാറ്റിടണേ. നീ നല്ലവൻ, സർവവല്ലഭൻ, അങ്ങേ പോലൊരു ദൈവമില്ല. യേശു സ്വർഗം കേൾക്കേ, ശബ്ദമുയർത്തി ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ, ഹല്ലേലൂയ, ചെറിയൊരു അനുഭവം ഞാൻ നിങ്ങളോട് പറയാം. ഒരു പാസ്റ്ററിന്റെ മകനായി എൻ്റെ ഡാഡി പാസ്റ്റർ ജയനാണ് നിത്യതയിൽ വിശ്രമിക്കുകയാണ്. അവരുടെ ശുശ്രൂഷയിലായിരിക്കുമ്പോഴാണ് ഞങ്ങളൊക്കെ ജനിക്കുന്നത്. പാസ്റ്റനേജിലാണ് വളർന്നത്. ഒരു ദൈവദാസൻ്റെ കുടുംബം എന്തൊക്കെ പ്രതികൂലങ്ങൾ കടന്നു പോയിട്ടുണ്ട് അതെല്ലാം ഞങ്ങളും അനുഭവിച്ചിട്ടുണ്ട്, എല്ലാവരും അനുഭവിക്കുന്നത് പോലെ. പക്ഷേ ഈ വളർച്ചയിലൊക്കെയും എൻ്റെ ഉള്ളിലുണ്ടായിരുന്നൊരു ചിന്ത, ദൈവവേലയ്ക്ക് ഇറങ്ങിയിട്ട് പട്ടിണി കിടക്കാൻ ഞാൻ തയ്യാറല്ല. ഇതായിരുന്നു എൻ്റെ ഉള്ളിൽ. അപ്പോൾ എൻ്റെ വളർച്ചയിൽ എൻ്റെ ഉള്ളിൽ കയറി വന്ന എവിടെന്നോ കിട്ടിയ ഒരു കാര്യമായിരുന്നു, എന്തെങ്കിലും ഒരു തൊഴിൽ പഠിക്കണം. അപ്പോൾ പട്ടിണി കിടക്കണ്ടല്ലോ, ദൈവവേല ചെയ്യണം. കാരണം കർത്താവ് നമ്മളെ വിളിച്ചിട്ടുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടാ. ഹല്ലേലൂയ. പക്ഷേ എന്തെങ്കിലും ജോലി ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ വേല ചെയ്യണം. എൻ്റെ മാതാപിതാക്കൾ ഞങ്ങൾ ജനിച്ച നാൾ മുതൽ ഞങ്ങളെ കുറിച്ച് പ്രാർത്ഥിക്കുന്നതും ഞങ്ങളെല്ലാവരും കർത്താവിൻ്റെ വേലയിൽ തന്നെ ആയിരിക്കണം, ദൈവരാജ്യത്തിന് വേണ്ടി പ്രയോജനമുള്ളവരായി തീരണം എന്നുള്ളതാണ്. ഞങ്ങൾ 4 മക്കളാണ്. ഞങ്ങൾ 4 പേരും കർത്താവിൻ്റെ വേലയിലാണ്. അവരുടെ കണ്ണുനീർ പ്രാർത്ഥന കർത്താവ് അത് കേട്ട് അവർ ദൈവത്തിന് വേണ്ടി വിശ്വസത നിന്നുകൊണ്ട് ദൈവം ഞങ്ങളോടും കരുണ തോന്നി. പക്ഷെ എൻ്റെ ഉള്ളിൽ ആ ഒരു ചിന്തയില്ലായിരുന്നു. ഓരോ നാളുകൾ കഴിയും തോറും കർത്താവ് എന്നെ അത് അറിയിപ്പിച്ചുകൊണ്ടിരുന്നു. എന്താണ്? നീ ഈ ചിലർക്ക് ചില സ്വഭാവ ഗുണങ്ങളുണ്ട്. ഒരേ സമയം പല കാര്യങ്ങൾ ചെയ്യാൻ കഴിയത്തില്ല. ഒരേ സമയം എന്തെങ്കിലും ഒരു കാര്യത്തിലെ കോൺസെൻട്രേഷൻ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി വന്നൊരു ചോദ്യമാണ്, കമ്പനി ബോർഡ് LGSന്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തോ എന്ന്. ഞാൻ അങ്ങനെയുള്ള ഒരു വ്യക്തിയാണ്. പല കാര്യങ്ങളും ഒരേ സമയം ചെയ്യാൻ കഴിയത്തില്ല. അത് എന്ന് പറഞ്ഞാൽ ജോലിയോടുകൂടെ സുവിശേഷ വേല കഴിയത്തില്ല. അതെന്നെ കർത്താവ് മനസ്സിലാക്കി തന്ന അനുഭവങ്ങളിലൂടെ ഞാൻ പെട്ടെന്ന് പറയാം ആ കാര്യങ്ങൾ. ആദ്യം തന്നെ ഞാനൊരു വിദേശത്തൊരു ഒരു ചർച്ചും ആ ചർച്ചിനോടുള്ള ബന്ധപ്പെട്ട ഒരു ഫേമിൽ ജോലി ചെയ്യുവാൻ എനിക്കൊരു അവസരം ലഭിച്ചു. അവിടെ പോകുവാൻ വിസ എല്ലാം റെഡിയായി, പേർപ്പസ് എല്ലാം റെഡിയായി, പോകുവാൻ തയ്യാറായി നിൽക്കുമ്പോഴാണ് അവിടെ നിന്നൊരു കോള് വരുന്നത്, ഇപ്പോൾ വരാൻ പറ്റത്തില്ല. കാരണം ആ ഫേമിൽ ചെറിയൊരു ഷോർട്ട് സർക്യൂട്ട് വന്നിട്ട് ആ കമ്പനി തന്നെ കത്തിപ്പോയി. ആദ്യത്തെ അടിയായിരുന്നു എൻ്റെ നെറുകൻ തലയിൽ. എന്തായിരുന്നു എൻ്റെ ചിന്ത? ജോലിയോടുകൂടെ സുവിശേഷ വേല ചെയ്യണം. അങ്ങനെ ആ ഒരു സംഭവം പോയി. അതിനുശേഷം ഞാനൊരു ഈ ഗ്രാഫിക്സ് ഡിസൈനിങ് പഠിച്ചു. അതിൻ്റെ ഫേമിൽ വർക്ക് ചെയ്തു.
അപ്പം അതിൻ്റെ ഈ കെമിക്കലും കാര്യങ്ങളൊക്കെ എന്നെ വല്ലാതെ അലട്ടി, ആസ്മ പേഷ്യൻ്റായി. ആ ജോലിയും എനിക്ക് വിടേണ്ടി വന്നു. അതിനുശേഷം ബാങ്കിങ് ഫീൽഡിലേക്ക് പോയി. അധികം എന്താ പറയുക, അധ്വാനമില്ലാതെ ബുദ്ധി കൊണ്ട് പ്രവർത്തിച്ച് കാശുണ്ടാക്കാൻ പറ്റുന്ന ഒരു ഫീൽഡാണ്. അപ്പോൾ 7 വർഷം സിറ്റി ബാങ്കിൽ വർക്ക് ചെയ്തു. 7 വർഷം അവിടുത്തെ ആ സിറ്റി ബാങ്കിൻ്റെ ഇതിൻ്റെ എംപ്ലോയി ആയി തീരാനായിട്ട് ഒരു എക്സാം എഴുതി പാസ്സായി. അതായത് അതുവരെയും ഞാൻ എന്താ പറയുക, ഈ സബ് എടുത്ത് വർക്ക് ചെയ്യുന്ന ഒരു ഫേമിലായിരുന്നു. ഡയറക്റ്റ് സ്റ്റാഫ് അല്ലായിരുന്നു. ഡയറക്റ്റ് സ്റ്റാഫ് ആകാനുള്ള എക്സാമൊക്കെ എഴുതി കഴിഞ്ഞ് നിൽക്കുമ്പോഴാണ് അന്ന്, അതായത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 10-20 വർഷം മുമ്പുള്ള കാര്യമാണ് ഞാൻ പറയണത്. അമേരിക്കയിൽ ഒരു ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നു. അമേരിക്കൻ കമ്പനിയാണ് സിറ്റി ബാങ്ക്. ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നിട്ട് മറ്റെല്ലാ രാജ്യങ്ങളിലെയും അവരുടെ വർക്കുകളെല്ലാം അവർ സ്റ്റോപ്പ് ചെയ്തു. ഫിനാൻഷ്യൽ ക്രൈസിസ് വന്നിട്ട് നോക്കണം, അടുത്ത പണിയാണ് എനിക്ക് കിട്ടുന്നത്. അതോടുകൂടി ഞാൻ തകർന്നു. അതിനുശേഷം പല കമ്പനികളിലും പല ഫേമിലും സിറ്റി ഫിനാൻസ്, ഇന്ത്യ ബുൾസ്, ICICI ബാങ്ക്, ഇങ്ങനെ മാറി മാറി ഞാൻ കയറി. ഡയറക്റ്റ് സ്റ്റാഫല്ല, സബ് എടുത്ത് വർക്ക് ചെയ്യുന്ന കമ്പനികളിൽ ഞാൻ കയറുന്ന ഫേം എല്ലാം പൂട്ടി പോവുക. സത്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ കയറുന്നത് എല്ലാം പൂട്ടി പോവുക. അവസാനം എനിക്ക് മനസ്സിലായത് നല്ല പണിയാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഇത് ഓരോ ഇതിൽ നിന്ന് ഞാൻ പുറത്തു വരുമ്പോഴും വീട്ടിൽ വന്ന് ഞാൻ അത് പറയുമ്പോൾ ഡാഡി എന്നെ നോക്കിയൊരു ചിരിയിരിക്കും. കാരണം പുള്ളിക്കാരനറിയാം ഇത് എവിടം വരെ പോകുമെന്ന്. അവസാനം എനിക്ക് മനസ്സിലായി. ഞാനപ്പോൾ ഡാഡിനോട് ചോദിച്ചു, എന്താ ഞാൻ ചെയ്യേണ്ടത്? പറഞ്ഞു, നീ ദൈവസ്ഥാനിൽ ഇരുന്ന് പ്രാർത്ഥിക്ക്, കർത്താവ് നിന്നോട് സംസാരിക്കും. അന്ന് രാത്രി ദൈവസ്ഥാനിൽ ഇരുന്നു. ദൈവം എന്നോട് ഇടപെട്ടു. എന്താണോ കർത്താവ് നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അത് ദൈവത്തിങ്കിൽ നിന്ന് ചിലപ്പോൾ ദൈവദാസന്മാരിലൂടെ ആയിരിക്കും നൽകുന്നത്. ചിലപ്പോൾ കർത്താവ് നമ്മളോട് തന്നെ സംസാരിക്കും. നാം അത് കേട്ട് അനുസരിച്ചില്ലെങ്കിൽ പല വഴികളിലൂടെയും കർത്താവ് നമ്മളെ കടത്തിവിട്ട് അതിലേക്ക് തന്നെ കൊണ്ടുവരും. ഹല്ലേലൂയ. ഇവിടെ എൻ്റെ മുമ്പിൽ ഒരുപാട് യങ്സ്റ്റേഴ്സ് ഇരിപ്പുണ്ട്. നിങ്ങൾ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് പ്ലാനിങ്ങോടുകൂടി ഇരിക്കുന്നത് എനിക്കറിയാം. ഞാൻ അതുകൊണ്ടാണ് എൻ്റെ ഒരു ടെസ്റ്റിമണി നിങ്ങളോട് പറഞ്ഞത്. ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുക. കർത്താവ്, ഞാൻ എന്ത് ചെയ്യണം? അത് കേൾക്കാൻ പറ്റും, പക്ഷെ അതനുസരിക്കണം. അവിടെയാണ് വിജയം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്ര പേർ അത് ആഗ്രഹിക്കുന്നുണ്ട് ഇന്ന് രാത്രിയിൽ? ആമേൻ. നിങ്ങളുടെ ആഗ്രഹം ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചാൽ ദൈവം അതിനനുസരിച്ചുള്ള വഴികളെ തുറക്കും. എങ്കിലും ഇറ്റ്സ് മൈ റിക്വസ്റ്റ്, എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ദൈവകരങ്ങളിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്യൂച്ചറിനെ ഏൽപ്പിച്ചാൽ ദൈവം ഉന്നതങ്ങളിലേക്ക് എത്തിക്കും. ദൈവം ആഗ്രഹിക്കുന്ന അളവിൽ വളർത്തും. ഹല്ലേലൂയ. ഇന്ന് രാത്രിയിൽ അതിനുവേണ്ടി എന്നെ സമർപ്പിക്കുന്നു എന്ന് എത്ര പേർക്ക് പറയുവാൻ കഴിയും? അങ്ങനെ കർത്താവ് എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന് പറയുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളൊന്ന് ഉയർത്തി. നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ വഴികളിലൂടെ പോകുവാൻ ഞാൻ ആഗ്രഹിച്ചെങ്കിലും കർത്താവേ, ഇന്ന് രാത്രി ഞാൻ അതൊന്ന് തിരുത്തുകയാണപ്പാ. അങ്ങയുടെ ഹിതത്തിന് ഒത്തവണ്ണം ചുവട് വെക്കുവാൻ എന്നെ സമർപ്പിക്കുന്നു. കർത്താവേ, എൻ്റെ നാളുകൾ ഒരുപാട് കളയുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. എൻ്റെ വർഷങ്ങളാണ് പ്രിയരെ ഞാൻ നഷ്ടമാക്കിയത്. പല വർഷങ്ങൾ ഞാൻ നഷ്ടമാക്കി. ഹല്ലേലൂയ. ഇന്ന് രാത്രി അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ദൈവകരങ്ങൾ ഇന്ന് രാത്രി ഏൽപ്പിക്കുമെങ്കിൽ നിങ്ങളുടെ ഭാവിയെക്കുറിച്ച് നിങ്ങൾ വ്യാകുലപ്പെടേണ്ട. നിങ്ങൾ ദൈവമുഖത്തേക്ക് നോക്കി വിശ്വസ്തയോടെ നിന്നാൽ, നിങ്ങളുടെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി അവരെ അനുസരിച്ച് അവരെ സ്നേഹിച്ച് ദൈവ ഭയത്തിൽ നിന്നാൽ ദൈവം നിങ്ങളെ മാനിക്കും.